വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് നിസായിലെ സൂറത്തുൽ ബഖറയിലെ 104 ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ അഥവാ ആമന റസൂലു വിശദീകരിച്ചു വരികയാണ്. ആമന റസൂലിലെ ലഹാമാ കസബത്ത് വ അലൈഹ മക്തസബത്ത് എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമന റസൂലിൻ്റെ പ്രത്യേകതയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഓതാൻ പറഞ്ഞ സന്ദർഭങ്ങളും അത് നമ്മളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. ഇപ്പം ലഹാമ കസബത്ത് വ അലൈഹ മക്തസബത്ത് എന്ന് പറയുന്നതിന് മുമ്പ് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് പറ്റാത്ത ഒന്നും അള്ളാഹു കൽപ്പിക്കുന്നില്ല. നമ്മൾ സാധാരണ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് എന്തെങ്കിലും വർക്ക് കൊടുത്താൽ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യാതിരിക്കുന്നതിന് കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണം എനിക്കത് കഴിയില്ല എന്ന് പറയാം. എന്നെക്കൊണ്ട് എനിക്ക് കൂട്ടിയാൽ കൂടാത്തതാണ് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയല്ലോ. ആ ഒരു പ്രയോഗം നാളെ അള്ളാഹു ഹിസാബ് എടുക്കുന്ന സമയത്ത്, അള്ളാഹ് ചോദ്യം ചെയ്യുന്ന സമയത്ത്, പടച്ചോനെ നീ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിരുന്നു എന്ന് പറയാൻ ഒരു മാർഗവുമില്ല. കാരണം ചെയ്യാൻ പറ്റാത്ത ഒന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞു. ശരി, നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് കഴിയണമായി നിസ്കരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. എങ്ങനെയാണോ പറ്റണം അങ്ങനെ നിസ്കരിച്ചാൽ മതി. സമയത്തിന് അഞ്ച് ഒരു നേരം 5 ടൈമിന് നിസ്കരിക്കണം. 5 വക്ത് നിസ്കരിക്കണം. ആ ടൈമിന് നിസ്കരിക്കണം. വേണ്ട, ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തൊരു യാത്രയാണെങ്കിൽ യാത്രയിൽ പറ്റുന്ന രൂപത്തിൽ ചെയ്താൽ മതി. 4 നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ 2 നിസ്കരിച്ചാൽ മതി. അങ്ങനെ തുടങ്ങിയിട്ട് ഏത് കാര്യങ്ങൾ നിങ്ങൾ നോക്കി. ഹജ്ജ് ഇസ്ലാമിൻ്റെ നിർബന്ധമായ കാര്യങ്ങളിൽ 5ാമത്തെ കാര്യമാണ് ഹജ്ജ്. കുറേ പൈസ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പോയി ഒരാൾ ആരോഗ്യമില്ലെങ്കിൽ നിർബന്ധമില്ല. കണ്ടോ, പൈസ ഉണ്ട് പക്ഷേ ആരോഗ്യമില്ല, നിർബന്ധമില്ല. ആരോഗ്യവും പൈസയും ഒക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതി, എല്ലാം ഉണ്ടെങ്കിൽ പോയാൽ മതി ഹജ്ജിന്. 1 മാസം നോമ്പ് വെൽക്കണം. പറ്റാത്ത അസുഖമാണെങ്കിൽ, രോഗിയാണെങ്കിൽ നോക്കണ്ട, പകരം മുദ്ദ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കഴിയുന്ന കാലത്ത് നോറ്റ് വിട്ടിയാൽ മതി. രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇസ്ലാം പറഞ്ഞ ഏത് കാര്യങ്ങൾ നോക്കി. ഒരാൾക്കൊരു ഇടങ്ങേറുള്ള ഒരു കാര്യം അല്ല പറഞ്ഞിട്ടില്ലല്ലോ. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ. ഇനി നമുക്ക് ഇടങ്ങേറാന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. അവിടെ അള്ള പ്രത്യേക വിഷയം എടുത്ത് പറഞ്ഞു. അതാണ് നമ്മൾ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആശയം വരുന്ന ഖുർആനിലെ മറ്റ് 4 സ്ഥലങ്ങൾ കൂടി നോക്കി. അവിടെ ഒരു പക്ഷേ ആ 4 സ്ഥലങ്ങളും നമുക്ക് ഇത് പ്രയാസമാണ് എന്ന് തോന്നാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. എന്നിട്ടാണ് അള്ള പറയുന്നത് ലഹാമ കസബത്ത് വ അലൈഹ മക്തസബത്ത്. അത് ഓരോരുത്തരും ചെയ്യുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ, നന്മകൾ എല്ലാം ആ വ്യക്തിയുടെ മേൽ അവൻ്റെ സമ്പാദ്യമായിട്ട് അവിടെ ഉണ്ടാകും. അവൻ നന്മ ചെയ്താൽ നന്മയായിട്ട്, തിന്മ ചെയ്താൽ തിന്മയായിട്ടും അത് അവനെ ബാധിക്കും എന്ന കാര്യമാണ് അല്ലാഹു തആല ഇതിൽ പറയുന്നത്. ഇനി പലപ്പോഴും നമ്മൾ ഏതൊരു കാര്യം അല്ല പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടാണ് അതിനെ ചിന്തിക്കുക. നമ്മൾ ദുനിയാവിൻ്റെ കാര്യമായിട്ട് ചിന്തിക്കുക. ഇപ്പം ഇവിടെ 100 തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ, കൈക്കൂലി വാങ്ങുന്നു, മദ്യപിക്കുന്നു, പലതും ചെയ്യുന്ന ആൾക്കാർ വളരെ മാന്യന്മാരായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരാരും പിടിക്കപ്പെടുന്നേ ഇല്ല. എന്നാൽ നല്ലോണം അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നല്ലൊരു പടച്ചോനപ്പേടുള്ളൊരു മനുഷ്യൻ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് അവൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്യാണ്? പീഡിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ പേരിൽ വേറെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ വരെ, താടിയുള്ളതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ, മുസ്ലിമിൻ്റെ പേരായതിൻ്റെ പേരിലൊക്കെ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു.
അപ്പോൾ അള്ള പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആ രൂപത്തിൽ ഈ തിന്മകളെയും തെറ്റുകളെയും കണക്കാക്കണ്ട. ഇനി നമ്മൾ ഈ ലഹാമാ കസബത്ത് വാലേഹ മക്തസബത്ത് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമായിട്ട് നോക്കാൻ പോകുന്നത് സൂറത്ത് നിസായിലെ 105 മുതലുള്ള ആയത്താണ്. എല്ലാവരും മറിക്കുക, 105 മുതലുള്ള ആയത്താണ്. അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം, ആയത്ത് ഓതി അർത്ഥം പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. ആ ആയത്തുകൾ ഇറങ്ങാനുള്ളൊരു കാരണം കൂടിയുണ്ട്, അതുകൂടി നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂറത്ത് നിസാ മറിക്കുക. സൂറത്ത് നിസായിലെ 4-ാം അധ്യായം. സൂറത്ത് നിസായിലെ 105. അൽ ബക്കറ കഴിഞ്ഞാൽ ആൽ ഇംറാൻ കഴിഞ്ഞാൽ നിസാ. 95-ാമത്തെ പേജിൽ. ഓതിക്കോളി. لتحكم بين الناس بما
الله عليك عظيما. ഞാൻ ആദ്യം ആയത്തിൻ്റെ അർത്ഥങ്ങൾ പറയാം, എന്നിട്ട് ഈ ആയത്തുകൾ അവതരിക്കാൻ ഒരു കാരണമുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവം പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ആയത്ത് നമുക്കറിയാം, ഒരു ആയത്ത് അവതരിക്കുമ്പം അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന വിഷയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഖുർആനിൽ നോക്കണേ. ഇന്ന തീർച്ചയായും നാം അൻസൽന ഇലൈക്ക നിനക്ക് നാം ഇറക്കിത്തന്നു അൽ കിതാബ ഈ ഗ്രന്ഥം ബിൽ ഹഖ് യഥാർത്ഥമായ രൂപത്തിൽ, സത്യപ്രകാരം. എന്തിനാണ് ഇറക്കിത്തന്നത്? ലി തഹക്കുമ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ നീ വിധി പറയാൻ വേണ്ടി. ബിമാ അറാക്കല്ലാ അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതനുസരിച്ച്. വലാ തക്കുൻ നീ ആകരുത്, നബിനോട് പറയാ, ലിൽ ഖായിനീന അസീമ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. നാം നിനക്ക് കാണിച്ചു തന്നതനുസരിച്ച് നീ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി നിനക്ക് നാം ഈ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. വസ്തഗ്ഫിരില്ല അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും സ്വന്തത്തോട് വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. നബീനോടാട്ടോ, സ്വന്തത്തിൽ ആത്മവഞ്ചന, സ്വന്തത്തോട് വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല മൻ കാന ഖവ്വാനൻ അസീമാ മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല. യസ്തഖ്ഫൂന മിനന്നാസി ജനങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹി എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. വഹുവ മഅഹും അവൻ അവരുടെ കൂടെയുണ്ട്. ഇത് യുബയ്യിതൂനഹു മാലാ യർലാ മിനൽ ഖൗലി അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആ വാക്കുകളിലൂടെ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരുടെ കൂടെയുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിൽ രാത്രിയിൽ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ആ നടത്തുന്ന കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും, പക്ഷേ അള്ളാഹുവിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല, കാരണം അവരെ കൂടെ പടച്ചോനുണ്ട്. വക്കാനല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത അള്ളാഹു തആല അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണ്ണമായി അറിയുന്നവനാണ്. ഹാ അൻതും ഹാ ഉലാഇ ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ അല്ലയോ കൂട്ടരെ, ഐഹിക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി തർക്കിച്ചു. എന്നാൽ വമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ തർക്കിക്കാൻ ആരാണുള്ളത്? നിങ്ങൾ അവർക്ക് വേണ്ടി ദുനിയാവിൽ തർക്കിച്ചു, അല്ലയോ കൂട്ടരെ, ഹേ കൂട്ടരെ, നിങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ തർക്കിച്ചു. എന്നാൽ ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി തർക്കിക്കാൻ ആരാണുള്ളത്? അമ്മൻ യകൂന അലൈഹിം വക്കീല അല്ലെങ്കിൽ അവരുടെ കാര്യം ഏറ്റെടുക്കാൻ ആരാണ് ഉണ്ടാവുക? വമൻ യഅമൽ സൂഅൻ വല്ല ഒരുത്തനും ഒരു തിന്മ ചെയ്തു, ഔ യളിം നഫ്സഹു അല്ലെങ്കിൽ അവൻ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു, സുമ്മ യസ്തഗ്ഫിരില്ല പിന്നീട് അള്ളാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ ചെയ്തു, പാപമോചനം ചെയ്തു, എന്നാൽ യജിദില്ലാഹ ഗഫൂറ റഹീമ അവൻ അള്ളാഹിനെ പൊറുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് കാണാം. അള്ളാഹുവിനെ പൊറുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് അവന് കാണാം. ഒരാൾ സ്വന്തത്തോട് അക്രമം ചെയ്തു, തിന്മകൾ ചെയ്തു, തെറ്റുകൾ ചെയ്തു, എന്നിട്ട് പൊറുക്കലിനെ തേടി അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ് പറയണത്. വമൻ യക്സിബ് ഇസ്മൻ ഒരു തെറ്റ് ഒരുത്തൻ സമ്പാദിച്ചു, ഒരു പാപം സമ്പാദിച്ചു വല്ലവനും, ഫൈന്നമാ യക്സിബു അലാ നഫ്സിഹി എന്നാൽ അവൻ ആ സമ്പാദിച്ച പാപം അവന് തന്നെയാണ് അതിൻ്റെ ദോഷം, അത് സമ്പാദിച്ചത് അവന് ദോഷം തന്നെയാണ്. വക്കാൻ അല്ലാഹു അലീമൻ ഹക്കീം അള്ളാഹു എല്ലാം അറിയുന്നവനും തത്വജ്ഞാനിയുമാണ്, സർവജ്ഞനും യുക്തിമാനുമാണ് അള്ളാഹു. എന്താ പറഞ്ഞത്?
നമ്മൾ വായിക്കണ ആയത്ത് പിന്നെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത്, അതാണ് പറയണത്. വമൻ യക്സിബു ഇസ്മൻ, ഒരാൾ ഒരു തെറ്റ് സമ്പാദിച്ചു, ഫഇന്നമാ യക്സിബു അലാ നഫ്സി, അവൻ അവൻ്റെ ദോഷത്തിനായിട്ട് തന്നെയാണ് ആ തെറ്റ് ചെയ്തത്. അള്ളാഹു എല്ലാം അറിയുന്നവനും അള്ളാഹു സർവജ്ഞനും എല്ലാം അറിയുന്നവനും അവൻ യുക്തിമാനുമാകുന്നു അള്ളാഹു. അതിനെ പറ്റിയുള്ള വിശേഷണമാണത്. ഇനി ബാക്കി വായിക്ക്. വമൻ യക്സിബ് ഖതീഅത്തൻ ഔ ഇസ്മൻ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു, സുമ്മ യർമി ബിഹി ബരിയൻ, എന്നിട്ട് അതൊരു നിരപരാധിൻ്റെ മേൽ ആരോപിച്ചു. ഒരു തെറ്റ് ചെയ്തു, ഒരു കുറ്റം ചെയ്തു, എന്നിട്ട് ആ തെറ്റ് ചെയ്തത് ഒരു നിരപരാധിയായ ഒരാളെ മേലെ ആരോപിച്ചു. അങ്ങനെ ചെയ്താൽ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മം മുബീന, അവൻ അത് ചെയ്യുന്ന പക്ഷം തീർച്ചയായും അവൻ ഒരു കള്ള ആരോപണവും പ്രത്യക്ഷമായ ഒരു പാപവും പേറുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ആരോപണം മാത്രമല്ല, ഒരു വലിയ തെറ്റ് പേറുകയാണ് ചെയ്തിട്ടുള്ളത്. വലൗല ഫദ്ലുല്ലാഹി അലൈക വറഹ്മത്തുഹു, അള്ളാഹിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും നിൻ്റെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ ലഹമ്മത്ത് ത്വാഇഫത്തും മിൻഹും അൻ യുളില്ലൂക, അവരിൽ ഒരു വിഭാഗം ആളുകൾ നിന്നെ വഴിതെറ്റിക്കുമായിരുന്നു. വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും, അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിയത് അതിൻ്റെ ദോഷം അവർക്ക് തന്നെയാണ്. വമാ യളുറൂനക മിൻ ഷൈൻ, അവർക്ക് നിനക്ക് ഒരു ദ്രോഹം വരുത്താൻ സാധ്യമല്ല. വ അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു നിനക്ക് കിതാബും ഹിക്മത്തും ഇറക്കി തന്നിട്ടുണ്ട്. വ അല്ലമക മാലം തക്കുൻ തഅലം, നിനക്കറിയാത്തത് നിനക്കവൻ പഠിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, നിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഫദ്ല് ഭയങ്കരമാണ്. നിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഫദ്ല് ഔദാര്യം ഭയങ്കരമായിട്ടുണ്ട് നബിയെ എന്ന് നബിയെ സമാധാനിപ്പിക്കുക ചെയ്യണം. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര സംഭവമുള്ളതായിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ അതൊന്ന് നോട്ട് ചെയ്തോളൂ, ഈ ആയത്ത് ഇറങ്ങാനുള്ള ചില കാരണങ്ങൾ, സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും സഹാബികളും കൂടി ഒരു പടനീക്കം നടത്തുകയാണ്. ഒരു പടപ്പുറപ്പാടാണ്, നബിൻ്റെ ഒരു പടപ്പുറപ്പാടാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പോൾ യുദ്ധം നടന്നിട്ടില്ല, പക്ഷേ യുദ്ധത്തിന് വേണ്ടി നബി പങ്കെടുത്ത യുദ്ധങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, 3-4 യുദ്ധം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതൊക്കെ നബിയുടെ പടപ്പുറപ്പാടുകൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും യുദ്ധം നടക്കാതെ തിരിച്ചു വരികയും ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി നബിയും കൂടെ ഉണ്ട്, അവർ പുറപ്പെട്ടു പോവാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ അൻസാരികളിൽപ്പെട്ട 2 ആൾക്കാരുണ്ടായിരുന്നു നബിൻ്റെ കൂടെ. ഒന്ന് ഖത്താദ ഇബ്നു നുഅ്മാൻ, ഖത്താദത്ത് ബിൻ നുഅ്മാൻ, ഒരാളെ പേര് എഴുതിച്ചോളൂ, ഖത്താദത്ത് ബിൻ നുഅ്മാൻ, പേര് ആവശ്യമുണ്ട്. ഖത്താദത്ത് ബിൻ നുഅ്മാൻ നബിൻ്റെ കൂടെ സഹാബികളിൽപ്പെട്ട ആൾ. 2 അൻസാരികളാണ്. ഒരാൾ ഖത്താദത്ത് ബിൻ, അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ സഹോദരൻ. ഖത്താദത്ത് ബിൻ നുഅ്മാനും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ റിഫാഅ, അദ്ദേഹത്തിൻ്റെ പേര് റിഫാഅ എന്നാണ്. റിഫാഅത്ത് റളിയല്ലാഹു അൻഹു, 2 പേരും നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ റിഫാഅത്ത് ഈ റിഫാഅത്ത് എന്ന് പറഞ്ഞ ഖത്താദത്ത് ബിൻ നുഅ്മാൻ്റെ പിതൃവ്യനാണ്, എന്നാൽ വാപ്പാൻ്റെ സഹോദരനാണ്. അങ്ങനെ ഇവർ ഈ യുദ്ധം കഴിഞ്ഞ് ഈ യുദ്ധത്തിൽ പടനീക്കമാണ്. അങ്ങനെ ആ യാത്രയിൽ പിന്നെ റിഫാഅത്തിൻ്റെ പടയങ്കി കളവ് പോയി. റിഫാഅത്തിൻ്റെ പടയങ്കി കളവ് പോയി. അപ്പോൾ പടയങ്കി എന്ന് പറഞ്ഞാൽ വില പിടിപ്പുള്ള സംഗതിയാണ്. അങ്ങനെ കളവ് പോയപ്പോൾ നബിൻ്റെ അടുക്കൽ വന്നിട്ട് അവരിങ്ങനെ, നബിയെ ഞങ്ങളെ ഇങ്ങനെ റിഫാഅത്തിൻ്റെ പടയങ്കി, റിഫാഅത്ത് എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട് കണ്ണും കൂടി കാണാത്ത, കാഴ്ച പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രായമായൊരു വ്യക്തിയാണ് ആര്? റിഫാഅത്ത് എന്ന് പറഞ്ഞ ആൾ.
അപ്പോൾ അയാൾ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകണം എന്നൊക്കെയുള്ള പൂതിക്ക് ഇസ്ലാമിന് വേണ്ടി മരിക്കാനൊക്കെ തയ്യാറായിട്ട് കണ്ണ് കാണാഞ്ഞിട്ട് കൂടി അദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ട് നബിൻ്റെ കൂടെ പുറപ്പെട്ടു വന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടയങ്കി കളവ് പോയപ്പം രണ്ടാളും കൂടി ഖത്താദയും റിഫായത്തും കൂടി നബിൻ്റെ അടുക്കൽ വന്നൊരു പരാതി പറഞ്ഞു. ഇങ്ങോട്ട് നബിനോട് അവർ പറഞ്ഞു, ഈ അൻസാരികളിൽപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ പേരാണ് ബനൂ ലഫർ. എഴുതിക്കോളൂ, അൻസാരി ഒരു ഗോത്രമാണ് ബനൂ ലഫർ. ആ ബനൂ ലഫർ ഗോത്രത്തിലെ ബനൂ ലഫർ ഗോത്രം, അൻസാരികളിൽപ്പെട്ടൊരു ഗോത്രമാണ് ബനൂ ലഫർ. ആ ബനൂ ലഫർ ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ഉബൈരിക്ക്. ഈ ഉബൈരിക്കിൻ്റെ മക്കൾ എന്ന പേരിൽ ഒരു കുടുംബമുണ്ട് അവിടെ. ഉബൈരിക്കിൻ്റെ മക്കൾ എന്നാണ് വീട്ടുപേര്. ഇപ്പം നമ്മളെ ഈ തീരദേശത്തൊക്കെ അല്ലേ ഇപ്പം ഓരോ ഊഞ്ഞാലിൻ്റെ പുരക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു അന്ന് അൻസാരികൾക്കിടയിലുള്ള ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും പിന്നീട് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ആ ഒരു രൂപത്തിലൊക്കെ പേര് വരാൻ കാരണം. അപ്പം ഈ ഉബൈരിക്കിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടൊരു വീട്ടുപേരുണ്ട്. അങ്ങനെ അതിൽപ്പെട്ട ഈ ഉബൈരിക്കിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വീട്ടുകാർ, ആ വീട്ടുകാരെ പറ്റിയിട്ടൊരു സംശയം പറഞ്ഞവർ, ഉബൈരിക്കിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഈ ത്വഅമ എന്ന് പറയുന്നൊരു വ്യക്തി, എന്താണ് പേര്? ത്വഅമ. എഴുതിക്കൊള്ളു, ത്വഅമ എന്നാണ് ആ വ്യക്തിൻ്റെ പേര്. ത്വഅമ. ഈ ത്വഅമക്ക് വേറൊരു പേരുണ്ട്, ബഷീർ എന്നുള്ള പേരുണ്ട്. ബഷീർ എന്നും പറയും. ത്വഅമയുടെ മറ്റൊരു പേരാണ് ബഷീർ. ത്വഅമ എന്ന ബഷീർ. അപ്പോൾ ഈ ത്വഅമയാണ് ഇത്. ത്വഅമനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ത്വഅമയാണിത് മോഷ്ടിച്ചത് എന്നെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ത്വഅമനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ആര്? ഈ ഖത്താദയും ആരെ പടങ്കിയാണ് പോയത്? റിഫായത്തിൻ്റെ പടങ്കിയാണ് പോയത്. അപ്പോൾ ഖത്താദയും റിഫായത്തും കൂടി നബിയുടെ അടുക്കലൊന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഉബൈരിക്കിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ആ വീട്ടുകാരിൽ ത്വഅമ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓനെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ത്വഅമ പേരിന് മുസ്ലിമാണ്, മുസ്ലിമുകളെ കൂട്ടത്തിൽ പെട്ട ആൾ. പക്ഷേ അയാൾ കപടവിശ്വാസിയാണ്. ആൾ മുനാഫിക്കാണ്. മുനാഫിക്കിൽ പെട്ട ഒരാളാണ്, കപടവിശ്വാസിയാണ്. പേരിന് മുസ്ലിമുകളെ കൂടെ ഉണ്ടാവും, മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. അങ്ങനെ ഈ വിഷയം ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ത്വഅമൻ്റെ പേരിൽ ഒരു പരാതി നബിൻ്റെ അടുക്കൽ എത്തിക്കിടുന്ന ആരറിയാണ്? ത്വഅമ അറിയാണ്. അപ്പോൾ ത്വഅമ എന്ത് ചെയ്ത് അറിയോ? ത്വഅമ ഈ പടയങ്കിയും അതിൻ്റെ കൂടെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും കൂടി എടുത്തിട്ട് ഒരു ജൂതൻ്റെ പരി കൊണ്ടുപോയിട്ട് ജൂതനോട് പറഞ്ഞ് ഇതൊന്നും നിങ്ങളിവിടെ വെക്കണം എന്നറിഞ്ഞു. ആര്? ത്വഅമ. ഈ പടയങ്കി എടുത്ത ഒറിജിനൽ മോഷ്ടാവ് ത്വഅമ തന്നെയാണ്. ത്വഅമ എന്ത് ചെയ്ത് അറിയോ? നബിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു ത്വഅമനെ പറ്റി പരാതി എത്തിക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ത്വഅമ എന്ത് ചെയ്ത് പടയങ്കി അവിടുന്ന് മാറ്റി. ഈ പടയങ്കിയും കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും കൂടി എടുത്തിട്ട്, പടയങ്കി മാത്രം നമ്മൾ സംശയിക്കുമല്ലോ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചാക്കിലെടുത്തിട്ട് ഒരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച്, ആ ജൂതൻ്റെ പേര് സെയ്ദ് ബിൻ സെമീൻ എന്നാണ്. സെയ്ദ് ബിൻ സെമീൻ എന്നാണ് ആ ജൂതൻ്റെ പേര്. സെയ്ദ് ബിൻ സെമീൻ. സെയ്ദ് ബിൻ സെമീൻ എന്നാണ് ഈ ജൂതൻ്റെ പേര്. ഈ ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്ഷണം ചാക്കിന് ചെറിയ ഓട്ടം ഉണ്ടായിന്. ഈ ഭക്ഷണം ഈ ത്വഅമൻ്റെ വീട്ടിൽ നിന്ന് ജൂതൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഇത് ചോർന്നു പോയിട്ടുണ്ട്, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ. അങ്ങനെ ജൂതൻ്റെ പെരി കൊണ്ടുവച്ചിട്ട്
ത്വഅമ എന്ത് ചെയ്തു? ത്വഅമൻ്റെ ആൾക്കാർ നബിക്ക് വിളിച്ചു പറഞ്ഞു, നബിനോട് പറഞ്ഞു, ജൂതൻ്റെ വീട്ടിൽ നിന്ന് പടയങ്കി കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഈ ത്വഅമ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പണിയാണ്. ജൂതൻ്റെ വീട്ടിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനെയും ത്വഅമിനൊക്കെ വിളിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഈ ജൂതൻ്റെ നിരപരാധിത്വം പറഞ്ഞു. ഇങ്ങനെ ഞാൻ അറിയില്ല, അങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതൊന്നും ഇവിടെ വെക്കണം എന്നറിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ അന്വേഷിച്ച് തെളിവുകളൊക്കെ എടുത്ത് നോക്കിയപ്പം നബിക്ക് ജൂതൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത് എന്ന് നബിക്ക് തോന്നി. ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് കേട്ടോ അതിൽ. നബിക്കെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ അറിയോ? നബി ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞ മാതിരി അല്ലാതെ, കാരണം തെളിവ് കിട്ടിയത് എവിടുന്നാ? ഇവർ വിളിച്ചു പറഞ്ഞു ജൂതൻ്റെ വീട്ടിൽ, ഇവർ സാധനം പടയെങ്കിൽ തിരഞ്ഞിട്ട് എവിടുന്നാണ് കിട്ടുന്നത്? ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്, ത്വഅമൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നബിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഇതേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിധി പറഞ്ഞു. അപ്പോൾ ഇവർ എന്താക്കിയെന്നറിയോ? അവിടെ ഈ ജൂതൻ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ. ഈ യഥാർത്ഥ കള്ളൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട മുസ്ലിം കുടുംബമാണ്. ഉബൈരിക്കിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരെ കുടുംബമാണ്? മുസ്ലിമീങ്ങളെ കുടുംബമാണ്. മുസ്ലിമീങ്ങളെ ശത്രുവാണ് ആര്? ജൂതന്മാർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ ഖത്താദയും റിഫായിയും ഈ നബിൻ്റെ അടുക്കൽ വന്നിട്ട് ആരെയാണ് സംശയം പറഞ്ഞത്? ഈ ത്വഅമനല്ലേ സംശയം പറഞ്ഞത്? ഉബൈരിക്കിൻ്റെ മക്കളല്ല സംശയം പറഞ്ഞത്. ഓല് മുസ്ലിമീങ്ങളാണ്. നിഫാഖ് ഉള്ളിലല്ലേ, പ്രത്യക്ഷത്തിൽ വരാരാ? മുസ്ലിമീങ്ങൾ. അപ്പം ഈ ഖത്താദയും റിഫായിയും മുസ്ലിം കുടുംബത്തെ പറ്റിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? സംശയം പറഞ്ഞു. അതെല്ലാവരും അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പരസ്യമായിട്ട് ആർക്കെതിൽ നടപടി സ്വീകരിക്കണം? ജൂതനെതിരിൽ. ഇവിടെ ഇപ്പോൾ കള്ളനാരാ? തെളിവ് തൊണ്ടി മുതൽ എവിടുന്നാണ് കിട്ടിയത്? ഇപ്പം ഏതൊരു കോടതി എന്ത് അടിസ്ഥാനത്തിലേ പറയുള്ളൂ? തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ വിധി പറയുള്ളൂ. അപ്പം പരസ്യമായിട്ട് ആർക്കെതിരിൽ പറയണം? ജൂതനെതിരിൽ പറയണം. ഇങ്ങനെ നബിനെ സമ്മർദ്ദത്തിലാക്കി ആര്? ഇവർ വന്നിട്ട് പിന്നെ ഈ ത്വഅമയും കൂട്ടരും ഉബൈരിക്കിൻ്റെ മക്കൾ വന്നിട്ട് സമ്മർദ്ദത്തിലാക്കി. അപ്പോൾ ഈ ആയത്തിറങ്ങി. ഒന്നാമത്തെ ആയത്ത് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹക്കി എന്ന ആയത്ത് മുതലുള്ള ആയത്തുകൾ ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിഫായിയെയും ഖത്താദയെയും വിളിച്ചു. രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉബൈരിക്കിൻ്റെ മക്കളെ പറ്റിയിട്ട്, ഒരു മുസ്ലിമീങ്ങളാണല്ലോ, അവരെ പറ്റിയിട്ടൊരു പരാതി നിങ്ങൾ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ അവരെ പറ്റിയിട്ട് പരാതി പറയേണ്ടിയിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ റിഫായിനെ വിളിച്ചിട്ട് പിന്നെ ഖത്താദിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫായിയുടെ പടയങ്കി കിട്ടിയല്ലോ, ആ പടയങ്കി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഖത്താദിനെ ഏൽപ്പിച്ചു. ഖത്താദിനെ ഏൽപ്പിച്ചിട്ട് ഖത്താദയോട് നബി പറഞ്ഞു, ഇങ്ങനെ ഒരു പരാതി വേണ്ടില്ല, പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിഫാ പറഞ്ഞു വല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞിട്ട് റിഫാ ഈ പടയങ്കി ഇനി എനിക്ക് വേണ്ട, ഈ പടയങ്കി എനിക്കിനി തിരിച്ചു വേണ്ട, ഈ പടയങ്കി ഞാൻ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യാണ്. വല്ല വിലപിടിപ്പുള്ളതാണ്. ഇസ്ലാമിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും കള്ളൻ ആരാ? മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്. ത്വഅമയാണ് ശരിക്കും കള്ളൻ. ഇവിടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ജൂതനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റിയൊരു സന്ദർഭമാണ്. മനസ്സിലാക്കണം. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നത് മുസ്ലിമാണോ അമുസ്ലിമാണോ ജൂതനാണോ എന്നൊന്നും നോക്കൂല.
ലഹാമ കസബത്ത് വലൈഹ. ഇവിടെ ഈ ആയത്തുകൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഓതി വെച്ച നമ്മൾ ഓതിയ ആയത്തുകൾ ഇന്ന അൻസൽന അലൈക്കൽ കിതാബിൽ നാസുബിൽ ഹക്ക് എന്നുള്ള ഈ ആയത്തുകളാണ് ജൂതനല്ല, ജൂതൻ്റെ നിരപരാധിത്വം, ഖുർആൻ്റെ മഹത്വം വർദ്ധിക്കുന്ന ഒരു സംഭവമാണിത്. ജൂതൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഖുർആൻ വർഗീയത പറയുന്ന ഗ്രന്ഥമാണെങ്കിൽ, ഖുർആൻ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ വർഗീയത പറയുന്ന ഗ്രന്ഥമാണെങ്കിൽ, ഖുർആൻ മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലണമെന്ന് പറയുന്ന ഗ്രന്ഥമാണെങ്കിൽ, ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഖുർആനെതിരിൽ പറയുന്ന ഏത് വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ സംഭവം. ഒരു ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ പേരിൽ ഒരു വർഗീയത, അതാണല്ലോ വർഗീയത എന്ന് പറയണത്, അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം, അത് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ ഒരിക്കലും ഒരു ജൂതൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഖുർആനിലെ ആയത്തിറങ്ങൂല. സുബ്ഹാനല്ലാഹ്, നമ്മൾ പഠിക്കണം, ഇതൊക്കെ ആർക്കാ അറിയാം. എന്നിട്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട അവർ തന്നെയാണ് കളവ് നടത്തിയത്, കള്ളന്മാർ എന്ന് തെളിയിക്കുന്ന ആയത്തുകൾ അല്ലാഹു സൂറത്ത് നിസായിൽ ഈ ആയത്തുകൾ ഇറക്കുകയാണ്. സയ്യിദ് കുത്തുബ് ഈ സംഭവത്തിൻ്റെ വിശദീകരണത്തിൽ പറയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആനെന്നും ഇത് അള്ളാഹു തആല മനുഷ്യർക്ക് മുഴുവനായിട്ടിറക്കിയ ഗ്രന്ഥമാണെന്നതിനുമുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഖുർആൻ പറഞ്ഞത് ഇത് മുസ്ലിമീങ്ങളെ ഗ്രന്ഥം എന്നാണോ? അല്ല. ഖുർആൻ പറഞ്ഞത് എന്താ? ഇത് സകല മനുഷ്യരുടെയും ഗ്രന്ഥമാണെന്നാണ്. ആ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്തുകൾ, ഈ സംഭവം എന്നാണ് സയ്യിദ് കുത്തുബ് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ഈ ആയത്തുകളിൽ അള്ളാഹ് പറയാണ്, ഇതാണ് പിന്നെ ഇനി ഈ ആയത്ത് വായിച്ചു നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം അറിയും. ഇന്ന അൻസൽന അലൈക്കൽ കിതാബ് ലിന്നാസി ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ് ബിൽ ഹക്കിൽ തഹക്കും അതിന് ഫീമ അറാക്കല്ലാ. കണ്ടാ, അള്ളാഹു തആല കാണിച്ച് തരുന്നതിനനുസരിച്ചേ നബിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അള്ളാഹു കാണിച്ച് തരുന്നതിനനുസരിച്ച് ജനങ്ങൾക്കിടയിൽ നബിക്ക് വിധി കൽപ്പിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നബിക്ക് കാണുന്ന കാര്യങ്ങൾ പറയാം, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ആര് വഹിയിറക്കണം? അള്ളാഹു വഹിയിറക്കണം. അല്ലാതെ നബിക്ക് ഒരിക്കലും ഒരു മറഞ്ഞ കാര്യവും അറിയാൻ കഴിയില്ല. ഫസ്തഗ്ഫിരില്ല, പൊറുക്കല തേടുക. ഇന്നല്ലാഹ കാന ഗഫൂറ വലാ യുജാ ഫലാ തുജാദിൽ അനിലദിന യഖ്താനൂന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഇവർ മുസ്ലിമീങ്ങളാണല്ലോ, മറ്റേ ജൂതനല്ലേ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് ആരുള്ളത്? ഇവരുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ മുസ്ലിമീങ്ങളാണല്ലോ, അവരിങ്ങനെ സമ്മർദ്ദത്തിൽ പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്മർദ്ദത്തിൽ പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് നബിനെ വരെ അള്ളാഹു തആല എന്ത് ചെയ്യാണ്? താക്കീത് ചെയ്യാണ്. നബിനെ വരെ, നബിക്ക് പരിശുദ്ധ ഖുർആൻ നബിൻ്റെ വാക്കാണെങ്കിൽ, നബി എഴുതുണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പോൾ ഇവർ പറഞ്ഞതെന്താ? ഇത് ദൈവികമൊന്നുമല്ല, നബിക്ക് എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞൊക്കെ തോന്നിയത് എഴുതുണ്ടാക്കിയെന്നല്ലേ. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന ബുക്കിൽ ഇന്നത്തന്നെ ചീത്തറിയോ? ഇല്ലല്ലോ. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായ രൂപത്തിൽ നബിക്ക് പറ്റിയ ചില നിലപാടുകളിൽ വന്ന കാര്യത്തെ തിരുത്തി കൊടുക്കുകയാണ്. കണ്ടാ, എന്നിട്ട് പറയാണ് വലാ തുജാദിൽ, പിന്നെ യസ്തഖ്ഫൂന മിനൻ നാസി വലാ ജനങ്ങളെ മറച്ചു വെക്കാൻ പറ്റും, പക്ഷെ അള്ളാഹനെ ഒന്നും മറച്ചു വെക്കാൻ. ഇവർ രാത്രിയിൽ നടത്തിയ ഗൂഢാലോചന എന്താ? ഇവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിയവരെ കൂടെ അള്ളാഹുണ്ടെന്ന് പറഞ്ഞില്ല. ഇത് യുബയ്യിത്തുനഹു മാ ലാ യർളാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത. എന്താ നടത്തിയ ഗൂഢാലോചന? ഇവരെന്താക്കി? കള്ളന് ഈ ഇബിലീസിൻ്റെ മക്കളെ കൂട്ടത്തിലാന്നല്ലേ അല്ലേ? ഇവരെന്ത് ചെയ്തു? ഇത് ജൂതൻ്റെ പേരിലാക്കാൻ വേണ്ടിയിട്ട് ജൂതൻ്റെ പേരിൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കാന്നുള്ള ഗൂഢമായ പ്ലാനിങ്. അതാ പറഞ്ഞത്, ജനങ്ങളെ മറച്ചേക്കാൻ, അള്ളാഹനെ മറച്ചേക്കാൻ പറ്റൂല എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, ഒരാൾ ഒരു തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, എന്നിട്ട് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ മേൽ ആരോപിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഒരു തെറ്റ് പറ്റി എന്താ ചെയ്യേണ്ടത്? മുസ്ലിമേ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് എനിക്ക് പറ്റിപ്പോയി റബ്ബെ, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹനെ നിനക്ക് എങ്ങനെ കാണാം? യജിദില്ലാഹ ഗഫൂറ റഹീമ. അള്ളാഹ് പുറത്തു തരാത്തവനും തീരെ കരുണയില്ലാത്തവനും ആയിട്ടല്ല, അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയുക പുറത്തു തരുന്നവരും കാരുണ്യവാനുമായിട്ട് റബ്ബിനെ കണ്ടെത്താൻ കഴിയുക.
അപ്പോൾ തെറ്റ് പറ്റിയാൽ പൊറുക്കല്ല തേടാൻ വേണ്ടത്. മറിച്ച് എന്താ ചെയ്തത്? വമ യക്സിബ് ഇസ്മൻ ഫഇന്നമ യക്സിബ് അല. കാരണം എന്താ? ഒരാൾ ഒരു തിന്മ സമ്പാദിച്ചാൽ ആ തിന്മ അവന് എതിൽ തന്നെയാണ്, അതിൻ്റെ ദോഷം അവൻ തന്നെയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്, മറച്ചേക്കാൻ കഴിയില്ല. വമ യക്സിബ് ഹത്തിയാത്തൻ ഇസ്മൻ, ഒരു തെറ്റ് ഒരു തിന്മ ചെയ്യാണ്, സുമ്മ യർമി ബിഹി ബരിയ, എന്നിട്ട് ഒരു നിരപരാധിൻ്റെ മേൽ അത് ആരോപിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു നിരപരാധിൻ്റെ മേൽ ആരോപിക്കുകയാണ്. കണ്ട, ആ നിരപരാധി മുസ്ലിമാണോ അമുസ്ലിമാണെന്നൊന്നും നോക്കണില്ല. ഖുർആൻ വർഗീയത ഉണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ആരെ പക്ഷത നിൽക്കേണ്ടത്? ഇസ്ലാമിൻ്റെ എക്കാലത്തെയും ശത്രുവായ ജൂതനെ എതിരിൽ മുസ്ലിമിൻ്റെ പക്ഷത്തിലാണ് നിൽക്കേണ്ടത്. പക്ഷെ ആ ജൂതൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. യർമി ബിഹി ബരിയൻ സുമ്മ ഫഖദിഹ്തമല ബുഹ്താന. കാരണം അങ്ങനെ ഒരാൾ ചെയ്തിട്ട് അത് വലിയ ആരോപണമാണെന്ന് മാത്രമല്ല വ്യക്തമായ തെറ്റുമാണ്. കണ്ട, ആ തെറ്റിൻ്റെ ഗൗരവം ഒരിക്കലും കുറക്കാതെ, ഒരു മുസ്ലിം ചെയ്തു എന്നതുകൊണ്ട് തെറ്റിൻ്റെ ഗൗരവം കുറക്കാതെ ആ തെറ്റ് തന്നെയാണെന്നാണ് ഖുർആൻ എടുത്തു പറയണത്. ആ തെറ്റിൻ്റെ ഗൗരവമാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് ലഹാമ കസബത്ത് അലേഹ മക്തസബത്ത് എന്നതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുകൊണ്ടൊക്കെ കിട്ടുന്നൊരു ഗുണം എന്താ പറയുക നിങ്ങൾക്ക്? ഇതിപ്പോൾ നമുക്ക് ഈ ആയത്ത് നമ്മളിത് പഠിച്ചത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രവും സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്, അല്ലേ? ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഖുർആൻ നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമാനിമോലിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ചെറിയപടത്തിൻ്റെ പരിഭാഷയൊക്കെ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ അതങ്ങനെ ഒരു പൊതുവേ നമ്മൾ വായിച്ചു പോകുക എന്നല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയത്തിൽ ഇറങ്ങി ഇതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു പോയിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഖുർആൻ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് മാത്രമല്ല, പിന്നെ ദുനിയാവിലും നേട്ടം. എമ്പാടും വലിയ. ഇപ്പം ഞാൻ ഇന്നലെ ഉണ്ടായൊരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നലെ ഇന്നും കൂടി ഉണ്ടായൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നലെ മിനിയാന്ന് ഇപ്പോൾ നമ്മളെ ചെന്നൈയിൽ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരെ വാപ്പിയും ഉമ്മയും മക്കളൊക്കെ ആൺകുട്ടികൾ, 3-4 ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ അവരെ ഭാര്യമാരൊക്കെ വരും ഖുർആൻ ക്ലാസ്സിൽ. അവർ ഒരു ദിവസം 4 ക്ലാസ് നടക്കണ്ട അവിടെ. ആ 4 ക്ലാസ്സിൽ 3 ക്ലാസ്സിൽ അവർ പങ്കെടുക്കും. 3 ക്ലാസ്സിൽ എല്ലാവരും ഇല്ലെങ്കിലും മക്കളൊക്കെ അവരെ മക്കളിൽ പലരൊക്കെയും 3 ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇന്നലെ അവർ മിനിയാന്ന് ചെന്നൈയിൽ നിന്ന് അവരെ വീട് പണി നടക്കണ്ട അവിടെ. അപ്പം ട്രെയിനിൽ മദ്രാസ് മെയിൽ അവർ നാട്ടിലേക്ക് വരിക. അപ്പം നാട്ടിലേക്ക് വരുമ്പം അവരെ കയ്യിൽ കുറച്ച് സ്വർണവും കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഒരു വലിയ സംഖ്യ ഉണ്ട്. 50 പവൻ്റെ സ്വർണ്ണമുണ്ട്. അവരത് പെട്ടിയിൽ, അവരെ സാധാരണ പെട്ടിയിൽ ഒരു 10-30 കൊല്ലമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വന്ന് നാട്ടിലെത്തി, കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്ത് അവരെ വീട്ടിലെത്തി നോക്കുമ്പം സ്വർണം കാണാനില്ല. 50 പവൻ സ്വർണം. അപ്പോൾ അതിൻ്റെ പെട്ടിൻ്റെ നമ്പർ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. പൈസ അവിടെ തന്നെ ഉണ്ട്. എന്നെ പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് ഈ മറ്റേ ലോഹം ഉണ്ടെങ്കിൽ അറിയണ സാധനം ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് ഇത്ര കള്ളന്മാർ ട്രെയിനിലൊക്കെ ഇതാക്കണത്. അപ്പം എല്ലാ പെട്ടിയും തുറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ സാധനം ഇട്ട് ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും ലോഹം ഉണ്ടെങ്കിൽ കീ പറയും. അവൻ ആ പെട്ടി മാത്രം നോക്കിയാൽ മതി. അങ്ങനെ എടുത്തായിരിക്കും. 50 പവൻ, ഇപ്പോഴത്തെ വില അനുസരിച്ച് ആലോചിച്ച് നോക്കണം. 50 പവൻ സ്വർണം പോയി. ഇത് സ്റ്റേഷൻ തന്നെ അറിയുകയാണെങ്കിൽ പിന്നെയും പറ്റിയാണ്. ഇത് ഒരു പെരിയിൽ എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യണത്, പെട്ടിയിൽ നിന്ന് പോയ വിവരം അറിയണത്. ഇങ്ങനെ ഇന്നലെ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയൊരു വിഷമത്തിലാണ്, ഭയങ്കര ഒരു പ്രയാസത്തിലാണ്. ഇത്രയും വലിയൊരു സംഖ്യയല്ലേ പോയത്. ഏകദേശം 50 ലക്ഷത്തോളം റുപ്യ ആഭരണങ്ങൾ ഉണ്ടാവും. അപ്പം വളരെ വിഷമത്തിൽ, ഭയങ്കര വിഷമത്തിൽ, സങ്കടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു കുടുംബമാണ് നിങ്ങളെ കുടുംബമായിട്ട് ഖുർആൻ ക്ലാസ്സിൽ വരുന്നതാണ് ഏറ്റവും വലിയ നന്മ. അതുകൂടാതെ ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ആ കുടുംബം. അതിന് നല്ലൊരു ഉദാര മനസ്സുള്ള കുടുംബമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന കുടുംബമാണ്. ആ നന്മകൾ തവസ്സുലാക്കിയിട്ട് ആ നന്മകൾ എടുത്തു പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം പടച്ചോൻ കാണിച്ചു തരാതിരിക്കൂല. നിങ്ങൾ ചെയ്യുന്ന, കാരണം ഇവർ പല CCTV അവിടെയും ഇവിടെയൊക്കെ നോക്കി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ്
മൂപ്പര് അന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്ന് ഫുൾ ഇന്നലെ രാത്രി വരെ ഒരു സമയം വരെ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, ഒരു CCTV എവിടെയും അവർക്ക് കണ്ടെത്താൻ കഴിയണില്ല. അത് 100% പോയി എന്ന് ഉറപ്പിച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെട, നിങ്ങൾ പ്രാർത്ഥിച്ചോ, റബ്ബിനോട് പ്രാർത്ഥിച്ചോളി, നിങ്ങൾ ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പുലർച്ചെ രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ വല്ലതും ശല്യപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് സാധനം കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് സ്റ്റേഷനിൽ വെച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് സാധനം പിടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാധനം അവിടെ സുരക്ഷിതമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ. ആ സ്റ്റേഷനിൽ പിടിച്ചതാണ്. ഇവർ CCTV നോക്കിയിട്ട് തന്നെ ഒരു കള്ളന്മാരെ നോക്കിയിട്ട് സംശയിച്ച് സാധനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, സങ്കീർണതകളിൽ, പ്രയാസങ്ങളിൽ ഇതൊന്നാണെങ്കിൽ വേറെ ഒന്നിൽ ഖുർആനിൻ്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ അള്ളാൻ്റെ കൂടെയാണ്. ഖുർആൻ അള്ളാൻ്റെ കലാമാണ്. ജീവിതത്തിൽ നമുക്ക് ഖുർആനെ കൈവിടാതെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകും, ആഫിയത്ത് നൽകും, ആരോഗ്യം നൽകും. അള്ളാഹു തആല നമുക്ക് നമ്മളെ പ്രയാസങ്ങൾ, നമുക്ക് പ്രതിസന്ധികൾ, നമുക്ക് രക്ഷ നൽകും. അത് ഈ ദുനിയാവിൽ മാത്രമല്ല, നല്ല പരലോകത്തുണ്ടാകും. അതുകൊണ്ട് ഖുർആൻ അള്ളാൻ്റെ കലാമ, ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചോളി, ഈ ബന്ധം വിടണ്ട. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വരുന്ന വെള്ളിയാഴ്ച 6:30 നമ്മളെ TVS ഹാളിൽ വെച്ച് ഒരു കുടുംബ സദസ്സുണ്ട്. ഹാരിസ് കായക്കുടിയാണ് പങ്കെടുക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. കുടുംബസമേതം അതിലെല്ലാവരും പങ്കെടുക്കുക. അടുത്ത വെള്ളിയാഴ്ച 6:30 TVS ഹാളിൽ. അള്ളാഹു തആല എല്ലാ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് ഈമാനും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഈ സമയം നാളെ പരലോകത്തേക്കുള്ള വലിയ സമ്പാദ്യമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു